നമസ്കാരം. റെഡ്യൂസിങ് റിസ്ക് ഇൻ എക്സ്പോർട്ട് ബിസിനസ്. കയറ്റുമതി മേഖലയിൽ ധാരാളം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നഷ്ടം വരാൻ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ബയർ നമ്മുടെ സാധനം വാങ്ങുന്ന സമയത്ത്, അതായത് എക്സ്പോർട്ടർ സാധനം അയക്കുന്ന സമയത്ത് അതിനകത്ത് ധാരാളം റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. എന്താണ് റിസ്ക് ഫാക്ടേഴ്സ്? അത് എങ്ങനെ ആ റിസ്ക് ഫാക്ടർ അവോയ്ഡ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ബയർ ആദ്യം, ഞാൻ ഇതിനു മുമ്പ് ഉള്ള വീഡിയോയുടെ ലിങ്കുകളെല്ലാം ഇതിനെ താഴെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് പോയി നോക്കിയാൽ അതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യുക. അപ്പോഴേ കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരേ ഒരു പോയിന്റ് ആണ്, അതായത് ഹൗ യു ക്യാൻ റിഡ്യൂസ് റിസ്ക് ഇൻ എക്സ്പോർട്ട് ബിസിനസ്. അതായത് ലോസ് എങ്ങനെ റിഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ലോസ് എങ്ങനെ ഇല്ലാണ്ടാക്കാം. കയറ്റുമതി മേഖലയിൽ നഷ്ടങ്ങളോ ചതിവ് പറ്റാനുള്ള സാധ്യതകളുണ്ട്. അതെല്ലാം എങ്ങനെ റിഡ്യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതിന് വൺസ് ദ ബയർ ഈസ് അപ്രൂവ്ഡ് ദ പ്രൈസ്, FOB പ്രൈസ് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? CAF പ്രൈസ് കൊടുക്കണം. അപ്പം പുതുതായിട്ട് വീഡിയോ കാണുന്നവർക്ക് FOB എന്താണ്, CAF എന്താണെന്നുള്ളതൊക്കെ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നോക്കണം. എങ്കിലേ നിങ്ങൾക്ക് എൻ്റെ കണ്ടിന്യൂറ്റി കിട്ടത്തുള്ളൂ. അപ്പോൾ വൺസ് ദ എക്സ്പോർട്ടർ ഈസ് ഗിവിംഗ് FOB പ്രൈസ് ടു ദ സപ്ലയർ ഈസ് അപ്രൂവിംഗ് ദ പ്രൈസ്. So thereafter, next stage is the exporter has to provide what? CAF price, cost, insurance, freight കൊടുക്കണം. അതും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? FOBയും അപ്രൂവ് ചെയ്തു, കോസ്റ്റും CAFും അപ്രൂവ് ചെയ്തു. അപ്പോൾ എന്താണ് C, എന്താണ് IF എന്നൊക്കെ ഉള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ചെക്ക് ചെയ്യുക പ്ലീസ്, റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അത് FOBയും CAFും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സാമ്പിൾ പ്രൊവൈഡ് ചെയ്യണം. അതായത് സാമ്പിൾ ഡയറക്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ബയർ സാറ്റിസ്ഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ഫോട്ടോഗ്രാഫ്സ് അയച്ചു കൊടുത്തും എന്ത് ചെയ്യാം? ബയറിൽ നിന്നും അപ്രൂവൽ വാങ്ങാം. ഈ 3 സ്റ്റേജും കഴിഞ്ഞാൽ, ഏതാണ് 3 സ്റ്റേജ്? FOB അപ്രൂവ് ചെയ്യുന്നു ബയർ, അത് കഴിഞ്ഞിട്ട് CAF അപ്രൂവ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ സാമ്പിളും അപ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ 3 സ്റ്റേജും കഴിഞ്ഞാൽ ബയർ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആയി എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബയർ എന്ത് ചെയ്യണം? നമ്മുടെ പേയ്മെന്റ് ടേംസ്, അതായത് പക്ക LCയിൽ മാത്രമേ ചെയ്യാവൂ. LC എന്ന് ഓരോ വീഡിയോയിലും ഞാൻ ഓരോ ടൈപ്പ് LCയെ കുറിച്ച് 24 ടൈപ്പ് ഇന്റർനാഷണൽ മോഡ് ഓഫ് പേയ്മെന്റ്സ് ഉണ്ട്. അത് ഞാൻ അടുപ്പിച്ചടുപ്പിച്ച് ഓരോന്നായിട്ട് പറയാം. എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറയുന്നത് ടൈം വളരെ ലെങ്തി വീഡിയോ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട് so you have to request the buyer to open letter of credit. This is called the LC. Clear? അപ്പോൾ LC എത്ര വിധമുണ്ട്, എങ്ങനെ? അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതിന്റെ മെയിൻ കാരണം എന്താണ്? വീഡിയോയിൽ പറയുന്ന ടോട്ടൽ ഒരു എയിം ഉണ്ടല്ലോ, ഓരോ വീഡിയോയ്ക്കും ഒരു എയിം ഉണ്ടല്ലോ, ലക്ഷ്യമുണ്ടല്ലോ. എന്താണത്? എക്സ്പോർട്ട് ബിസിനസ്സിൽ ലോസ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം. അതിനെന്ത് ചെയ്യണം? ബയർ പ്രൈസ് അപ്രൂവ് ചെയ്ത് സാമ്പിൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ യു ഹാവ് ടു സെൻഡ് എ പ്രൊഫോർമ ഇൻവോയ്സ്. വാട്ട് ഈസ് പ്രൊഫോർമ ഇൻവോയ്സ്? അടുത്ത ചോദ്യമാണ്. അതായത് ബയർ പ്രൈസും മറ്റും ഒക്കെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, സാമ്പിളും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ബാങ്കിൽ പോയി LC ഓപ്പൺ ആക്കാനായിട്ട് പോകും. ആർക്ക്? നമ്മുടെ ഫേവറിന് വേണ്ടിയിട്ട്. എക്സ്പോർട്ടറിന്റെ കമ്പനിയുടെ പേർക്ക് LC ഓപ്പൺ ആക്കാനായിട്ട് വിദേശ രാജ്യത്തിലുള്ള ബയർ അയാളുടെ ബാങ്കിൽ പോയി LC ഓപ്പൺ ആക്കാൻ പോകുമ്പോൾ അയാളുടെ ബാങ്ക് അയാളോട് ചോദിക്കും, ആർക്കാണ് LC ഓപ്പൺ ആക്കുന്നത്? അപ്പം ബയർ ഉടനെ നമ്മുടെ കമ്പനിയുടെ പേര് പറയും. ഉടനെ അവരുടെ ബാങ്ക് ചോദിക്കും, എന്താണ് അവരുടെ ബാങ്ക് അഡ്രസ്സ്, അക്കൗണ്ട് നമ്പർ എത്രയാണ്, സ്വിഫ്റ്റ് കോഡ് എത്രയാണ്, എന്താണ് പ്രോഡക്റ്റ്. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ചോദ്യങ്ങൾ, ക്വസ്റ്റ്യൻ റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആര്? ബയ്യറിന്റെ ബാങ്ക്. അപ്പൊ ഇത് ഒഴിവാക്കാനായിട്ട്, അപ്പൊ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പരും നമ്മൾ ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഓപ്പൺ ആക്കിയിരിക്കുന്നതെന്ന് ബയ്യറിന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായിട്ട് FOB പ്രൈസും CAF പ്രൈസും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ, സാമ്പിളും അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? കയറ്റുമതിക്കാരൻ ബയ്യറിന് ഒരു പ്രൊഫോർമ ഇൻവോയ്സ് സെർവ് ചെയ്യും. എന്താണ് പ്രൊഫോർമ ഇൻവോയ്സ് എന്ന് അറിയാമോ? ഇൻവോയ്സ് ബിഫോർ ഒറിജിനൽ ഇൻവോയ്സ്. അതായത് ഡമ്മി ഇൻവോയ്സിനെയാണ് എന്ത് പറയുന്നത്? പ്രൊഫോർമ ഇൻവോയ്സ്. പ്രൊഫോർമ ഇൻവോയ്സിന്റെ സ്പെസിമെൻ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിൽ ചോദിച്ചാൽ ഞാൻ അയച്ചു തരാം. അപ്പോൾ ഈ പ്രൊഫോർമ ഇൻവോയ്സിനകത്ത് ഫ്രം അഡ്രസ്സ് കാണുമല്ലോ, നമ്മൾ അടിച്ചു ചേർക്കും. ഈ ബയർ എക്സ്പോർട്ടർ അടിച്ചു ചേർക്കും. ടു അഡ്രസ്സ് കാണുമല്ലോ, ഏത് ബയറിനാണ് അയക്കുന്നത്. അടുത്ത കമ്മോഡിറ്റിയുടെ പേര് കാണുമല്ലോ. അപ്പം ബാങ്ക് ചോദിക്കൂല, ബയറിന്റെ സെല്ലറിന്റെ എക്സ്പോർട്ടറിന്റെ അഡ്രസ് എന്താണെന്ന് ചോദിക്കുവോ ബയറിനോട്?
LC ഓപ്പൺ ആക്കാനായിട്ട് ചോദിക്കില്ല. എന്താണ് കമ്മോഡിറ്റി എന്ന് കാണുമല്ലോ, എത്ര ടണ്ണാണെന്ന് കാണുമല്ലോ, അതിന്റെ മൊത്തം ഇൻവോയ്സ് വാല്യൂ എത്രയാണെന്ന് കാണുമല്ലോ, FOB വാല്യൂ ആണോ CIF വാല്യൂ ആണോ, എല്ലാം പ്രോഫോമ ഇൻവോയ്സിൽ ഉണ്ടാവുമല്ലോ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഏറ്റവും താഴെയായിട്ട് എക്സ്പോർട്ടറുടെ ബാങ്ക് അഡ്രസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ന ബ്രാഞ്ച്, IFSC കോഡ് ഇതാണ്, സ്വിഫ്റ്റ് കോഡ് ഇതാണ്, അക്കൗണ്ട് നമ്പർ ഇതാണ്, എല്ലാം ആണ്. അവർക്ക് പേയ്മെന്റ് അടയ്ക്കണ്ടേ? അപ്പൊ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പറാണ് പ്രോഫോമ ഇൻവോയ്സ്. ക്ലിയർ ആയ? അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ഗുഡ് ബൈ.